ഹലോ, നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം. ചൂട് സഹിക്കാൻ മേലാതെ രക്ഷയില്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ സാധാരണയായിട്ട് മേടിച്ച് കഴിക്കുന്ന അവൽ മിൽക്ക് ഒരു പ്രത്യേക ചേരുവയും കൂടെ ചേർത്ത് കൂടുതൽ സ്വാദോടെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയാലോ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷേ അസാധ്യ ടേസ്റ്റുമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കട്ടിയുള്ള അവൽ, വളരെ കട്ടി കുറഞ്ഞ അവലല്ല, കട്ടിയുള്ള അവൽ ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള വേറെ കറികളുടെ മണമൊന്നുമില്ലാത്ത നല്ലൊരു പാനിലോട്ടിട്ട് ഒരു 4 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ മാത്രം ഇട്ടിട്ടേ അത് ഫ്രൈ ചെയ്യാവുള്ളേ. ഇപ്പം ദേ ഞാൻ 1/2 കപ്പ് കപ്പലണ്ടി കൂടി എടുത്തിട്ടുണ്ട്, പീനട്ട്സ്. ഇതും ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പികളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. ഈ ഒരു പരുവം വരെയാണ് പീനട്ട്സ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ അവലിൻ്റെയും പീനട്ട്സിൻ്റെയും ചൂട് നന്നായിട്ടൊന്ന് പോയി കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് അവൽ മിൽക്ക് ഉണ്ടാക്കാൻ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. നന്നായിട്ട് പഴുത്ത ഞാലിപ്പൂവൻ പഴം ഒരു 1.5 ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത്, വലുതായതുകൊണ്ട്. ഇനിയിപ്പം ഞാൻ ചേർക്കുന്നതാണ് സ്പെഷ്യലായിട്ടുള്ളൊരു ചേരുവ എന്ന് പറഞ്ഞത്. ഓറഞ്ചിൻ്റെ ഒരു 2 അല്ലി, അതിൻ്റെ ആ പുറത്തെ കട്ടി കുറഞ്ഞ ആ തൊലിയും കുരുവും എല്ലാം കളഞ്ഞിട്ട് അതും കൂടെ അതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല കേട്ടോ. പിന്നെ ചേർത്തത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും വളരെ ചെറിയ ഒരു നുള്ള ഉപ്പുമാണ്. എൻ്റെ കയ്യിൽ ഈ പൊട്ടറ്റോ ഒക്കെ മാഷ് ചെയ്യുന്ന ഈ മാഷർ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതുകൊണ്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു കുഴിയുള്ള ഒരു സ്പൂൺ ഉണ്ടല്ലോ, നല്ലൊരു കുടുവൻ തവി ഉണ്ടെങ്കിൽ അതിൻ്റെ ആ അടിഭാഗം കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കുന്നത് കൊണ്ടോ നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുത്താൽ മതി, മിക്സിയിൽ അടിക്കരുത്. ഇപ്പം അതിലോട്ട് ചേർത്ത് കൊടുത്തത് നല്ല ഫ്രീസ് ആയിട്ടുള്ള പാല് ഒരു 1/2 കപ്പാണ്, ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഒരു 1.5 ടീസ്പൂൺ ഹോർലിക്സും കൂടെ അതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ചിൽഡായിട്ടുള്ള നല്ല തണുത്ത ഒരു 1/2 കപ്പ് പാലും കൂടെ അതിനകത്തോട്ട് ചേർക്കണേ. പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാനുള്ളത്, നന്നായിട്ട് പഴുത്തത് വളരെ ചെറിയ പഴമാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം ചേർക്കണേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പഴത്തിൻ്റെ മധുരം അനുസരിച്ച് മധുരത്തിൻ്റെ അളവ്, നമ്മളിടുന്ന പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം. ഇപ്പം ദേ നമ്മൾ 1/2 കപ്പ് നന്നായിട്ട് തണുത്ത പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടിയൊന്ന് മിക്സ് ചെയ്യുകയാണേ. നിങ്ങൾക്ക് കുറേ കൂടി ഇതൊരു കുറുകിയ രീതിയിൽ കിട്ടുന്നതാണ് ഇഷ്ടം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 1 കപ്പും നന്നായിട്ട് ഫ്രീസായ പാല് തന്നെ ഒന്ന് ഉടച്ച് ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറേ കൂടെ കട്ടിയായിട്ടിരിക്കും. ദേ നമ്മുടെ അവൽ മിൽക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാമേ. ആ ഗ്ലാസ് നല്ല വലിപ്പമുള്ള ഗ്ലാസ്സാണ്, അതുകൊണ്ട് തന്നെ 1 ഗ്ലാസ്സിനുള്ളതേ ഉള്ളായിരുന്നു. അത് പകുതി നിറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു അവൽ 1-2 സ്പൂൺ ഇടുക. പിന്നെ കുറച്ച് പീനട്ട്സ് വറുത്തതിട്ടു. പിന്നെ ഫ്രൈ ചെയ്യാത്ത കുറച്ച് കാഷ്യൂ നട്ട്സും കൊച്ചു കൊച്ചു പീസസ് ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് വീണ്ടും നമ്മൾ ആ പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെയും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ 1-2 ടേബിൾ സ്പൂണ് അവലിട്ട് കൊടുക്കണേ. അത് കഴിഞ്ഞിട്ട് പീനട്ട്സ് ഫ്രൈ ചെയ്തതും കാഷ്യൂ നട്ട്സും കൂടെ ഇടണം. പിന്നെ ഇതിനകത്തെ കാഷ്യൂ നട്ട്സും ഓറഞ്ചും ഒരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇപ്പോൾ എന്ത് പെട്ടെന്നാന്ന് നോക്കിയാൽ നമ്മുടെ അവൽ മിൽക്ക് നല്ല ഭംഗിയായിട്ട് ടേസ്റ്റായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. അപ്പോൾ ഈ അവൽ മിൽക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ലേ. അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്